ഹലോ ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്, ഇന്ന് മഹാശിവരാത്രിയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്, നിങ്ങളുടെ ഗാർഡൻ നല്ല രസമാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കാണിക്കണമെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിലാണ് ഞാൻ കുറേ കമൻറ്റ്സ് വരുമ്പോൾ റാൻഡംലി നമ്മൾ ചൂസ് ചെയ്യുമല്ലോ. അപ്പോൾ എല്ലാ കമൻറ്റ്സും നമ്മൾ വായിക്കുന്നുണ്ട്, റിപ്ലൈന് പലതിനും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതൊക്കെ ഇങ്ങനെ വീഡിയോസായിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു ഗാർഡൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വളരെ മോശമായിട്ട് കിടക്കുകയാണ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു കോവിഡ് സമയത്തൊക്കെ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പിന്നെ ജോലിക്ക് പോകുന്ന സമയത്തായാലും പിന്നെ വീട്ടിൽ എല്ലാ ആഴ്ചയിലും ചേട്ടൻ വന്ന് കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ ഒരു കെയറിങ് വേണമല്ലോ. അങ്ങനെ പോയ 2 ചെടിയാണ് ഇത് 2 ഇത് കോവിഡ് നമ്മൾ കഴിഞ്ഞ ഇടയ്ക്ക് വാങ്ങിച്ചത് വെള്ളം ഒഴിക്കാണ്ട് പോയതാണ്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ചെടി ഉണ്ടായിരുന്നു, അതും കരിഞ്ഞു പോയി. പിന്നെ ഇതറിയാലോ, ഇത് ചെറി, ഇതിപ്പോൾ ഇങ്ങനെ കായ്ച്ച് നിൽക്കുകയാണ്. നല്ല രസമാണിത് കാണാൻ. ഈ വീഡിയോയ്ക്ക് എത്രത്തോളം എൻ്റെ ഭംഗി അറിയുന്നത് എനിക്കറിയത്തില്ല. ഭയങ്കര രസമാണിത് കാണാൻ. ഇതിങ്ങനെ റെഡ് ബൾബ് പോലെ കിടക്കുകയാണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പോഴും നല്ല രസമായി, ഇങ്ങനെ ചെറിയ തൂങ്ങി കിടക്കുന്നതാണ്. അങ്ങനെ പിന്നെ ചെടി ഐറ്റംസ് കുറച്ചേറെ ഉണ്ട്. ഇതെല്ലാം ഓരോ സംഭവങ്ങളാണ്. ഇതൊരു നീലപ്പൂ വരുന്നൊരു ചെടിയാണ്. ഇത് നമ്മുടെ അമ്പഴമാണ്. വലിയൊരു ഇത് ഫുള്ളിപ്പം പൂത്ത് നിൽക്കുകയാണ്. ഇത് ഇനിയും കായ്ക്കും. ഇതിൽ ഫുള്ളിനി അങ്ങ് കവറാവും. ഈ ബ്രാഞ്ചസ് എല്ലാം ലീഫ് കൊണ്ട് മൂടും. ഇത് ചാമ്പയ്ക്ക ഉണ്ട് കണ്ടോ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മിനി ഒരു ബോൺസായി അമ്പഴമാണിത്. ഇങ്ങനെ ചെറുതായിട്ട് കളിക്കും. പിന്നെ ഇത് കൊടിമരം. കൊടിയെന്ന് വെച്ചാൽ നമ്മുടെ ഇതുണ്ടല്ലോ കുരുമുളക്. ഇങ്ങനെ കുരുമുളക് കുറേ ഉണ്ടാകും. പിന്നെ കഴിച്ച് ഇത് പലരും ചോദിച്ചിട്ടുണ്ട് ഇതെന്താണെന്നുള്ളത്, വീടാണോ എന്ന് പഴയത്. ഇത് നമ്മുടെ വീടല്ല, ഇത് നമ്മുടെ ഔട്ട് ഹൗസ് തന്നെയാണ്. പണ്ട് തൊട്ടേ ഇത് ഏകദേശം ഒരു 10-65-70 വർഷം പഴക്കമുണ്ടെന്നാണ് തോന്നുന്നത്. അത്രയും വർഷം പഴക്കമുണ്ട്. നമ്മുടെ പഴയ വീട് ഇവിടെ തന്നെയാണ് നിന്നിരുന്നത്. ഏകദേശം ഈ വീട് പണിഞ്ഞിട്ട് 20 വർഷം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് നമ്മുടെ ഒരു 2 റൂമും ഇതൊരു ബാത്റൂമൊക്കെ ആയിട്ടാണ്. അപ്പം നമ്മൾ ഈ കൃഷിയുള്ള വീടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഇവിടെയായിരുന്നു. പിന്നെ പശുവിൻ്റെ ഒരു തൊഴുത്തുണ്ട്. ഇതൊക്കെ ഒത്തിരി വർഷം പഴക്കമുള്ളതാണ്. പിന്നെ ഇതൊരു റംബൂട്ടാൻ മരമാണ്. ഇത് മാവ് പൂത്ത് നിൽക്കുകയാണ്. പിന്നെ ഇത് ചാമ്പയ്ക്കയാണ്, അതും ചാമ്പയ്ക്കയാണ്. പിന്നെ ഇത് വഴുതനങ്ങ, അങ്ങനെയൊക്കെ. ഇത് 2 മാവാണ്. ഇത് 2 പൂത്ത് നിൽക്കുകയാണ്. ഇതൊക്കെ ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല പോലെ ഒത്തിരി ഈ മാവെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഫുള്ള് മാവാവും, മാങ്ങയാവും, അത്രയ്ക്കും നിറയും. പിന്നെ ഇതിൻ്റെ പേര് പനിനീർ ചാമ്പയ്ക്കാന്ന് പറയും. ഇതും ഇപ്പോൾ എല്ലാം പൂത്ത് നിൽക്കുകയാണ്, കാണാൻ പറ്റും. എല്ലാം ഇങ്ങനെ പൂത്ത് നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഇതെല്ലാം നമ്മുടെ പ്ലോട്ടാണ് അങ്ങോട്ട്. അപ്പോൾ ഇതെല്ലാം ഈ ചീനി, ചേമ്പ്, കാച്ചിൽ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, വാഴ. പിന്നെ അവിടെ ഒരു മൽബറി ഉണ്ട്. ഇങ്ങനെ ഓടി നടക്കണം. മിക്കി വാ. അപ്പോൾ ഗൈസ്, എന്തായാലും ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, അത് അച്ഛനും അമ്മയ്ക്ക് അറിയത്തുള്ളൂ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ജനറലി എല്ലാം പറഞ്ഞു പോയത്. അപ്പോൾ വേണ്ടവർ കമൻറ്റ് ചെയ്യൂ ഗൈസ്. ബൈ.